Hello friends, എൻ്റെ പേര് ശ്യാം. വെൽക്കം ടു ഓട്ടോഡെസ്ക് 3ds Max ബിഗിനേഴ്സ് ഗൈഡ്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സ്പ്ലൈൻസിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ 2D ഷേപ്സിനെ കുറിച്ചാണ്. നമുക്ക് ഒരുപാട് ഉപയോഗപ്പെടുന്ന ഒരു ടോപ്പിക്കാണിത്. കാരണം നമ്മൾ മിക്കപ്പോഴും 2D ലൈൻസ് ഒക്കെ വരയ്ക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡിസൈനൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ഉപയോഗം എന്താണെന്ന്. ഓക്കെ, അപ്പം അതിനു മുമ്പ്, അതായത് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, ഞാൻ നമ്മുടെ സോഫ്റ്റ്വെയർ ഒന്ന് ഓപ്പൺ ചെയ്യാണ്. 3ds Max 2019 വെർഷനാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ കുറഞ്ഞ വെർഷൻ യൂസ് ചെയ്യാം, കൂടിയ വെർഷൻ യൂസ് ചെയ്യാം. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ഇത് ഞാനിവിടെ എന്തെങ്കിലും ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് കമാൻഡ് പോലെ വരുന്നുണ്ട്, നിങ്ങളതൊന്ന് നോക്കുക. നമുക്ക് ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് കുറേ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരു വീട് ക്രിയേറ്റ് ചെയ്യണം 3ds Maxനകത്ത്, അല്ലെങ്കിൽ ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ സോഫ അതുപോലുള്ള ചെയർ ഒക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പഠിപ്പിക്കുമോ. അപ്പം ഞാൻ അതെന്താണ് ഇത്ര ലേറ്റ് ആവുന്നതെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, നമ്മുടെ ഈ 3ds Max എന്ന് പറയുന്നത് ഒരു ക്യാഡ് ബേസ്ഡ് സോഫ്റ്റ്വെയർ, അല്ലെങ്കിൽ ക്യാഡ് സോഫ്റ്റ്വെയർ ആണ്, ബിം സോഫ്റ്റ്വെയർ അല്ല. നമ്മുടെ ബിമ്മിനെ അപേക്ഷിച്ച് ക്യാഡിലോട്ട് വരുമ്പോൾ ഇതെന്ന് പറയുന്നത് ആർക്കിടെക്ചറിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ അല്ല. ഇതിനകത്ത് നമുക്ക് ക്യാരക്ടർ ക്രിയേഷൻ ചെയ്യാം, അതുപോലെ തന്നെ ഓരോ ചെയർസ് അല്ലെങ്കിൽ ഫർണിച്ചേഴ്സ് ഡിസൈൻ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ഇതിനകത്ത് ഡിസൈൻ ചെയ്തെടുക്കാം, പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം അതിനുവേണ്ടിയുള്ള ഒരുപാട് ടൂൾസ് ഉണ്ട്. നിങ്ങൾക്ക് ഇത് തന്നെ കണ്ടാൽ മനസ്സിലാവും, ഒരുപാട് ടൂൾസ് ഉണ്ട്. നമ്മുടെ റെവിറ്റിനെ പോലല്ല. റെവിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ആർക്കിടെക്ചറിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ സ്ട്രക്ചറിന് വേണ്ടി അതിന് പ്രത്യേക ടൂൾസ് ഉണ്ട്. സ്റ്റെയർ ക്ലിക്ക് ചെയ്താൽ സ്റ്റെയർ ക്രിയേറ്റ് ചെയ്യാവുന്ന 2 മെത്തേഡ് ഉണ്ട്, അത് പഠിച്ചാൽ മതി. പക്ഷേ റെവിറ്റ് എന്ന് പറയുമ്പോൾ 3ds Max എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചിലപ്പോൾ വേറെ കുറെ പ്ലഗിൻസ് യൂസ് ചെയ്തിട്ട് സ്റ്റെയർ ക്രിയേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്കല്ലാതെ തന്നെ ഇവിടുന്ന് തന്നെ സ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഒബ്ജക്റ്റ് ഒക്കെ വെച്ച്, അല്ലെങ്കിൽ ബോക്സ് ഇതുപോലുള്ള വെച്ച് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. മാത്രമല്ല ഇതിന്റെ ടൂൾസിന്റെ ഒക്കെ ഉപയോഗം പല രീതിയിലാണ്. അപ്പം നമുക്കത് മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാൻ പറ്റൂ. ഇപ്പം ഞാനൊരു വീട് ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അത് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്ത് ഇങ്ങനെ വീട് ക്രിയേറ്റ് ചെയ്യാം എന്ന് മാത്രം പഠിച്ചു വെക്കാനേ പറ്റൂ. പക്ഷേ ആ ടൂൾസിനെ കുറിച്ചുള്ള വ്യക്തമായ ഐഡിയ കിട്ടില്ല. ഓക്കെ, അപ്പം ഞാൻ അതുകൊണ്ടാണ് ഈ ടൂൾസ് എല്ലാം, അതുപോലെ തന്നെ ഇതിന്റെ കുറെ മോഡിഫിക്കേഷൻ, ഈ മോഡിഫയർ ഇവിടെ ലിസ്റ്റ് തന്നെ ഉണ്ട്, കുറെ മോഡിഫിക്കേഷൻ ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ മോഡിഫൈ ടൂൾ, ഡിസ്പ്ലേസ് മോഡിഫയർ, അത് എല്ലാം കുറെ മോഡിഫയർ ഉണ്ട്, ക്ലോത്ത് സിമുലേറ്റർ, അങ്ങനെ കുറെ പ്രോസസ് ഒക്കെ ഉണ്ട്. അപ്പം ഇതെല്ലാം പഠിച്ച് മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് സ്വന്തമായിട്ടൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഐഡിയപരമായിട്ട് ചിന്തിക്കാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആവുന്നത്. അപ്പം നിങ്ങൾ അതിന് സഹകരിക്കുക. നമുക്ക് ഓരോ ടൂൾ പഠിച്ചിട്ട് ഓരോ മോഡിഫിക്കേഷൻ ഒക്കെ പഠിച്ച് പോവാം. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ പഠിക്കുന്നതിനെ കുറിച്ചായിരുന്നു. ഓക്കെ, അപ്പം അതിനായിട്ട് നമ്മൾ എന്ത് പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മൾ ജിയോമെട്രി ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് പറഞ്ഞാൽ ഷേപ്സ് ആണ്. ഓക്കെ, ക്രിയേഷൻ പാനലിനകത്ത് തന്നെ ഷേപ്സ് ആണ് പഠിക്കുന്നത്. ജസ്റ്റ് ഷേപ്പിൽ ക്ലിക്ക് ചെയ്യാം. ഷേപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം കിടക്കുന്നത് സ്പ്ലൈൻസ് ആണ്. അതുപോലെ തന്നെ ഒരു 4-5 കിടപ്പുണ്ട്, നമുക്കത് നോക്കാം. പക്ഷെ അത് അത്ര ഉപയോഗമുണ്ട്, എന്നാലും നമ്മൾ അതിങ്ങനെ ഉപയോഗിക്കാറില്ല. നമുക്ക് അത് സ്പ്ലൈൻസിലോട്ട് പോവാം. സ്പ്ലൈൻസിൽ തന്നെ നിങ്ങൾക്ക് കാണാം ഇവിടെ ഓട്ടോഗ്രിഡ് ഞാൻ ന്യൂ ഷേപ്പ് ഞാൻ ഓൺ ആക്കിയിട്ടിരിക്കുന്നതാണ്. ന്യൂ ഷേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഷേപ്പ് വരച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു ഷേപ്പിലോട്ട് പോകും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ലൈൻസ് ആണ്. പിന്നെ സർക്കിൾ, ആർക്ക്, റെക്ടാങ്കിൾ, എലിപ്സ്, ഇതൊക്കെ സെയിം തന്നെ. സ്റ്റാർ, ഇതൊക്കെ 2D ഷേപ്സ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഓട്ടോ, അതായത് നമുക്ക് 2Dയിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഈ ഹെലിക്സ് എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ തോന്നുന്നു എനിക്ക് 3D ആയിട്ട് തോന്നുന്നത്. അതായത് കുറച്ച് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഹെലിക്സിന്റെ. ഓക്കെ, അപ്പം ഇത് അത്രേ ഉള്ളൂ. അപ്പം ഇതെങ്ങനെയാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്, ഇതെങ്ങനെ ഉപയോഗിക്കാം എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ലൈൻസിൽ തുടങ്ങാം. ഓക്കെ, ഞാൻ നമ്മുടെ ടോപ്പ് വ്യൂ ഒറ്റ വ്യൂ ആയിട്ട് എടുക്കാം, അതായിരിക്കും നല്ലത്. ദെൻ ഇതെല്ലാം 2D ഒബ്ജക്റ്റ് ആണല്ലോ. ഓക്കെ, അപ്പം ഞാൻ നമ്മുടെ ലൈൻസിൽ ക്ലിക്ക് ചെയ്തു. ലൈൻസിൽ ക്ലിക്ക് ചെയ്യുമ്പം അത് കുറച്ച് ലെഫ്റ്റിലോട്ട് ഇടുകയാണ്, കുറച്ച് മനസ്സിലാവാൻ വേണ്ടി. ഓക്കെ, നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. നെയിം, കളർ, റെൻഡറിങ്, അതുപോലെ തന്നെ ഇന്റർപോളേഷൻ, ക്രിയേഷൻ മെത്തേഡ്, കീബോർഡ് എൻട്രി. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ക്രിയേഷൻ മെത്തേഡും കീബോർഡ് എൻട്രിയും നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. വാല്യൂ കൊടുക്കുന്നതിനനുസരിച്ച് ആഡ് പോയിന്റ് കൊടുത്താൽ, ഇവിടെ ഞാനിപ്പോൾ ആഡ് പോയിന്റ് കൊടുത്താൽ അവിടെ ഒരു പോയിന്റ് ക്രിയേറ്റ് ആവും. ഞാൻ ഇതൊരു ഓക്കെ, അത് കൊടുക്കാം. ആഡ് പോയിന്റ് കൊടുത്താൽ നെക്സ്റ്റ് പോയിന്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്, നമ്മൾ ഈ കൊടുത്ത പോയിന്റ്. ഓക്കെ, അപ്പം അതത്രേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാം. ഓക്കെ, നമ്മൾ തുടക്കുന്നതെന്ന് പറഞ്ഞാൽ ലൈൻസിൽ തന്നെ ക്ലിക്ക് ചെയ്യാം. ലൈൻസിൽ ക്ലിക്ക് ചെയ്തിട്ട് കീബോർഡ് എൻട്രി ഞാൻ പറയുന്നില്ല, ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, വലുതായിട്ടൊന്നുമില്ല. ഫസ്റ്റ് കോർണർ, സ്മൂത്ത്, അതായത് ക്രിയേഷൻ മെത്തേഡിനകത്ത് 2 ഉണ്ട്. കോർണർ ഉണ്ട്, സ്മൂത്ത് ഉണ്ട്. കോർണർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഡ്രാഗ് ടൈപ്പ് കോർണർ തന്നെ കിടക്കുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തു. നെക്സ്റ്റ് ഞാൻ ഡ്രാഗ് ചെയ്യല്ല, മൗസ് മൂവ് ചെയ്യാണ്. കണ്ടില്ലേ, ഇതിന്റെ എല്ലാം കോർണർ എന്ന് പറയുമ്പോൾ ഷാർപ്പ് ആയിരിക്കും. നിങ്ങൾക്ക് ഇത് കണ്ടറിയാം, ഷാർപ്പ് കോർണർ ആയിരിക്കും. ഞാൻ അതെല്ലാം സ്മൂത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തു, ഇവിടെ ക്ലിക്ക് ചെയ്തു, വരുന്നതിനനുസരിച്ച് മാറുന്നതിനനുസരിച്ച് കണ്ടില്ലേ
അത് നമ്മുടെ ഒരു എന്താ സ്മൂത്ത് ആയിട്ടുള്ള ഒരു കോർണർ അല്ല, സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. ഓക്കെ, മറ്റേത് അതെ, രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കുക. കണ്ടില്ലേ, ഇത് ഒഴുകി പോകുന്ന ഒരു ഇത് വരുന്നുണ്ട്. ഇത് എന്ന് പറയുന്നത് ഷാർപ്പ് കോർണർ ആയിരിക്കും. ഓക്കെ, ഞാനിപ്പോൾ ഈ കോർണർ തന്നെ ഇനിഷ്യൽ ടൈപ്പ് എന്ന് പറഞ്ഞ കോർണർ ഇട്ടിട്ട് ഡ്രാഗ് ടൈപ്പ് എന്നുള്ളത് സ്മൂത്ത് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ പോയിന്റ് ആഡ് ചെയ്ത് പോയി. ഓക്കെ, ഇനി ഇതല്ല, ഞാൻ ലൈൻ തന്നെ സെലക്ട് ചെയ്തു. ഇനിഷ്യൽ ടൈപ്പ് കോർണർ, ഓക്കെ, ഡ്രാഗ് ടൈപ്പ് സ്മൂത്ത്. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയി. ഓക്കെ, അവിടെ പ്ലേസ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യാണ്. കണ്ടില്ലേ, ഞാൻ മറ്റേ അവിടെ വെച്ച് ക്ലിക്ക് ചെയ്യായിരുന്നു, പക്ഷെ ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പൊ ഡ്രാഗ് ചെയ്യാണ്. അപ്പൊ എനിക്ക് കറക്റ്റ് ഒരു എന്താ ഒഴുകി നടക്കുന്ന ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഇത് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഞാൻ വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തു. കണ്ടില്ലേ, പക്ഷെ എനിക്ക് ഇവിടെ ഷാർപ്പ് കോർണറാണ് വന്നത്, കാരണം ഞാൻ ഡ്രാഗ് ചെയ്തില്ല, ജസ്റ്റ് പോയിന്റ് പ്ലേസ് ചെയ്യുക മാത്രമാണ് ചെയ്തത്. ഇനി അതല്ല, ഞാൻ ബിസൈർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കോർണർ, ഓക്കെ, ഇനിഷ്യൽ മെത്തേഡ് കോർണർ സെലക്ട് ചെയ്തു, ഡ്രാഗ് ടൈപ്പ് എന്ന് പറയുന്നത് ബിസൈർ ക്ലിക്ക് ചെയ്തു. ദെൻ ഞാൻ ഇവിടെ ഒരു പോയിന്റ് ആഡ് ചെയ്തു, ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്തു. കണ്ട്, കോർണർ എന്ന് പറഞ്ഞാൽ കോർണർ നല്ല ഷാർപ്പായിട്ടാണ് കിട്ടിയത്. പക്ഷെ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കണ്ടില്ലേ, ഇങ്ങനെ വരും. കണ്ടില്ലേ, നമുക്കൊരു സ്മൂത്ത് കോർണർ വരും. ഞാൻ എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാണ്, ഇവിടെ ക്ലിക്ക് ചെയ്തു, എസ്കേപ്പ് പ്രസ് ചെയ്തു. കൂടെ കാണാം ഇവിടെ ഷാർപ്പായിട്ടുള്ള അല്ല വന്നത്. ഞാൻ സ്മൂത്ത് ക്ലിക്ക് ചെയ്യായിരുന്നെങ്കിൽ അവിടെ സ്മൂത്ത് ആയിട്ട് വന്നേനെ. അപ്പം നമുക്ക് ഇവിടെ അത് എന്താ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഇന്റർപോളേഷൻ ഇല്ലേ, ഏറ്റവും താഴെ ഇന്റർപോളേഷൻ, ഇത് അഡാപ്റ്റീവ് കൊടുത്താൽ മാത്രം മതി. കണ്ടില്ലേ, അഡാപ്റ്റീവ് കൊടുത്താൽ നിങ്ങൾക്ക് ഇത് സ്മൂത്ത് ആയിട്ട് കിട്ടും. ഓക്കെ, ഒരു ലൈൻ വരച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് കിട്ടിയില്ല എങ്കിൽ അഡാപ്റ്റീവ് ക്ലിക്ക് ചെയ്യുക. അതല്ല എങ്കിൽ ഒപ്റ്റിമൈസ് തന്നെ ടിക്ക് ചെയ്തിട്ട് ഇവിടെ സ്റ്റെപ്സ് കൂടുതൽ കൊടുക്കുക. കണ്ടോ, അപ്പൊ അത് എന്താ കുറച്ച് സ്മൂത്ത് ആയിട്ട് വരും. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ പഠിക്കാൻ അതിനെക്കുറിച്ച്. വീണ്ടും ഞാൻ ലൈൻ എടുക്കുകയാണ്. ലൈൻ എടുത്ത് ഇന്റർപോളേഷൻ മനസ്സിലായല്ലോ. നമുക്ക് ഒരു എന്താ സ്മൂത്ത് ആയിട്ട് കിട്ടിയില്ല എങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഓക്കെ, ഇതിപ്പം നിങ്ങൾക്ക് കാണാം, അതെ, സ്മൂത്ത് ആയിട്ടുണ്ട്. ഞാൻ ഇന്റർപോളേഷനിലോട്ട് വന്നു. അത് ഞാൻ 0 കൊടുക്കുകയാണെങ്കിൽ കണ്ടോ, ആ സ്മൂത്ത്നെസ് അങ്ങ് പോയി. ഞാനിപ്പോൾ ഒരു 33 കൊടുത്തു, അല്ലെങ്കിൽ 12 കൊടുത്തു, അല്ലെങ്കിൽ ഒരു 8 കൊടുത്തു, 7, 6 കൊടുത്തു. സ്മൂത്ത് ആയിട്ട് വന്നില്ല. ഇന്റർപോളേഷൻ ഞാൻ അഡാപ്റ്റീവ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് അഡാപ്റ്റീവായിട്ട് എന്തോ കണ്ടുപിടിച്ചോളും. കാരണം ആ ഒരു ഷേപ്പിൽ അത് അഡാപ്റ്റീവായിട്ട് വന്നോളും. നിങ്ങൾ അധികം വാല്യൂ ഒന്നും കൊടുത്ത് കഷ്ടപ്പെടേണ്ട, അഡാപ്റ്റീവ് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, വലിയ കാര്യമൊന്നുമില്ല. അപ്പം നമ്മൾ ക്രിയേഷൻ മെത്തേഡ് പഠിച്ചു, ഇന്റർപോളേഷൻ പഠിച്ചു, കീബോർഡ് എൻട്രി പഠിച്ചു. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ. അത് എന്നിട്ട് ലൈൻസ് തന്നെ സെലക്ട് ചെയ്യാം. ക്രിയേഷൻ മെത്തേഡ് അവിടെ കിടക്കട്ടെ, ഇന്റർപോളേഷൻ അവിടെ കിടക്കട്ടെ, റെൻഡറിങ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ മാപ്പിംഗ് കോർഡിനേറ്റും റെൻഡറിങ്ങും ആണ്. അതായത് നിങ്ങൾ ഇതിപ്പോൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്താൽ ആ ഒരു വാല്യൂ അനുസരിച്ച് നമുക്ക് അതിന്റെ ആസ്പെക്ട് റേഷ്യോ ഒക്കെ അനുസരിച്ച് വരയ്ക്കാൻ പറ്റും. അത് വലുതായിട്ട് നമ്മൾ അങ്ങ് ചെയ്യാറൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനകത്ത് അധികം എന്താ ചെയ്യാതിരുന്നാൽ മതി. ഇത് റെൻഡർ ചെയ്യുമ്പോൾ ആ ഒരു ടൈമിലുള്ളതാണ്, നമ്മൾ അത് അധികം ബോധഡ് ആവേണ്ട കാര്യമില്ല. സോ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ റെക്റ്റാങ്കിൾ ആണ്. റെക്റ്റാങ്കിൾ സെയിം ആ മെത്തേഡൊക്കെ തന്നെയാണ്. ഇന്റർപോളേഷൻ എന്ന് പറയുമ്പോൾ അഡാപ്റ്റീവ് കൊടുത്താലും റെക്റ്റാങ്കിളിന് എന്താ ഇപ്പൊ എത്ര വാല്യൂ കൊടുത്താലും റെക്റ്റാങ്കിൾ തന്നെ ആയിട്ട് നിൽക്കത്തേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. എഡ്ജസ് സെന്റർ, ഇപ്പൊ ഞാനിപ്പോ ഒരു എഡ്ജ് വെച്ചിട്ടാണ് വരച്ചത്, അതല്ല സെന്റർ കൊടുക്കുകയാണെങ്കിൽ ഞാൻ സെന്റർ ബേസ് ചെയ്തിട്ട് വരയ്ക്കാൻ പറ്റും. കണ്ടില്ലേ, അപ്പം അത്രയൊക്കെ ഉള്ളൂ അതിന്റെ കാര്യം. നെക്സ്റ്റ് സർക്കിൾ ആണ്. സർക്കിള് വലിയ വ്യത്യാസമൊന്നുമില്ല, ഇതും സെയിം തന്നെയാണ്. അതിന്റെ റേഡിയസ് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഇത്രയും വരച്ചു. അതിന്റെ റേഡിയസ് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. എഡ്ജ് ബേസ്ഡായിട്ടോ സെന്റർ ബേസ്ഡായിട്ടോ നമുക്ക് വരയ്ക്കാൻ പറ്റും. എഡ്ജ് ബേസ് വരയ്ക്കുമ്പോൾ ഒരു എഡ്ജ് അനുസരിച്ച് നമുക്ക് വരയ്ക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുമ്പം എലിപ്സ് ആണ്. എലിപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ സർക്കിൾ തന്നെയാണ്. ഷിഫ്റ്റ് അല്ല, നമുക്ക് എന്താ ഇത് ഒരു എലിപ്സ് ആ ഒരു ഷേപ്പിലോട്ട് വരയ്ക്കാൻ പറ്റും, വലിയ കാര്യമൊന്നുമില്ല. നെക്സ്റ്റ് ആർക്കാണ്. ആർക്ക് എന്ന് പറയുമ്പം എൻഡ് മിഡിൽ ഉണ്ട്, സെന്റർ എൻഡ് ഉണ്ട്. അതായത് ഞാൻ എൻഡും കൊടുത്തു, എന്നിട്ട് മിഡിൽ മാത്രം എന്താ കണ്ടില്ലേ ആ ഒരു ഇത്, അതായത് ഒരു കർവ് പോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ സെന്റർ എൻഡ് ആണ്. ഞാൻ ഇപ്പൊ സെന്റർ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ഒരു എൻഡിലോട്ട് പോയി. കണ്ടോ, ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും.
സെൻറ്റർ പോയിന്റ് കൊടുക്കാം, എന്നിട്ട് ഒരു എൻഡിലോട്ട് കൊടുക്കാം, എന്നിട്ട് അവിടുന്ന് നെക്സ്റ്റ് എൻഡിലോട്ട് വരയ്ക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ഡോനറ്റ് ആണ്. ഡോനറ്റ് എന്ന് പറയുമ്പം നിങ്ങൾക്ക് അറിയാലോ, ഡോനറ്റ് ഒക്കെ കഴിച്ചിട്ടുള്ളവരായിരിക്കും. ആ ഒരു ഷേപ്പ് നമ്മൾ നേരത്തെ ഇതിനകത്ത് ഷേപ്പ് ജിയോമെട്രിക്കകത്ത് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡോനറ്റ് ആ ഒരു ഷേപ്പിലോട്ട് വരും. ഇതെല്ലാം Alt+W യൂസ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതെല്ലാം 2D ഷേപ്പാണ്. കണ്ടില്ലേ? 2D ഷേപ്പാണ്, 3D അല്ല. നെക്സ്റ്റ് എന്ന് പറയുമ്പം എൻഗോൺ ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഷേപ്പ്. ഇതിന്റെ ഇന്റർപോളേഷൻ നമുക്ക് കൂട്ടി കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അഡാപ്റ്റീവ് കൊടുത്താലും സെയിം ആ ഒരു ഷേപ്പ് തന്നെ വരത്തുള്ളൂ. എല്ലാത്തിനും ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ നമ്മുടെ സർക്കിൾ പോലുള്ള ആർക്കൊക്കെ വരുമ്പോഴാണ് ഇന്റർപോളേഷൻ കുറച്ച് യൂസ് ഉള്ളത്. സ്റ്റാർസ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സ്റ്റാർസ് കണ്ടില്ലേ, പുറത്തോട്ടാക്കാം, അതല്ലെങ്കിൽ അകത്തേക്കാക്കാം, നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, ഇതിന്റെ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ റേഡിയസ് 1ഉം 2ഉം 2 റേഡിയസ് ഉണ്ട്. അപ്പം 2 റേഡിയസ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്തൊക്കെ എങ്ങനെയൊക്കെ വേണം. സോ നെക്സ്റ്റ് ടെക്സ്റ്റ് ആണ്. ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ വലിയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഇവിടെ പ്ലേസ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ ചെറുതായിട്ടാണ് വന്നത്, അത് സൈസ് എന്ന് പറയുന്നത് കുറച്ച് കൂട്ടി കൊടുത്താൽ മതി. അതുപോലെ തന്നെ പാരാമീറ്റേഴ്സ് ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടൈപ്പ് ചെയ്യുമ്പോൾ അത് ഓൾറെഡി അവിടെ വന്നോളും. ദെൻ മാനുവൽ അപ്ഡേറ്റ് കൊടുക്കണമെങ്കിൽ നമുക്കിപ്പം ഇവിടെ ഇത് അൺടിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ടൈപ്പ് ചെയ്യുമ്പം അവിടെ വന്നോളും. അതല്ല, മാനുവൽ അപ്ഡേറ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് അപ്ഡേറ്റ് കൊടുത്താൽ മാത്രമേ അവിടെ വരത്തുള്ളൂ. കണ്ടില്ലേ? അപ്പം മാനുവൽ അപ്ഡേറ്റ് ഓഫ് ആക്കിയിടാം, അതൊരിത്ര ഇഷ്ടം. ഇറ്റാലിക്ക്, അണ്ടർലൈൻ, അതുപോലെ തന്നെ അലൈൻമെന്റ്, അതിൻ്റെ കുറേ ഫോണ്ട്, അതൊക്കെ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഹെലിക്സ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് 3Dയിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. കാരണം ഇത് 3D ഒരു ഒബ്ജക്റ്റ് ആണ്. കാരണം ഹെലിക്സിന്റെ ഹൈറ്റ് നമുക്കറിയത്തില്ല. ഞാനിപ്പം സെന്റർ ബേസ്ഡ് എടുക്കുകയാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് വരച്ചു. ഓക്കെ, ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. കണ്ടില്ലേ? ഓക്കെ, ഇത് നമുക്ക് Alt+W 3Dയിലോട്ട് പോവാം. 3Dയിലോട്ട് പോയാൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും അതിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത്. അതെല്ലാം ഞാൻ കണ്ടില്ലേ, അതിനൊരു ഹൈറ്റ് ഉണ്ട്. ബാക്കിയെല്ലാം നമ്മുടെ 2D ആയിരുന്നു, ഇത് മാത്രം 3D ആണ്. അതായത് ഒരു ഹൈറ്റ് നമുക്ക് കൊടുക്കണം ഹെലിക്സ്. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് മുകളിലോട്ട് അതിൻ്റെ ഹൈറ്റ് കൊടുക്കുക. എന്നിട്ട് അതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതിലോട്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റും. ദെൻ താഴേക്ക് വന്നാൽ അതിൻ്റെ ടേൺസ് 1 നമുക്ക് വേണമെങ്കിൽ കുറേ ടേൺസ് കൊടുക്കാം. കണ്ടില്ലേ? അതല്ലെങ്കിൽ CCW ഉണ്ട്, CW ഉണ്ട്, അതായത് അതിൻ്റെ ഡയറക്ഷനാണ്. ബയാസ് ഉണ്ട്, അത് നമുക്ക് കാണില്ലേ? സോ അത്രയൊക്കെ ഉള്ളൂ ഇതിന്റെ കാര്യം എന്ന് പറയുന്നത്. പിന്നെ എഗ് ആണ്. എഗ് എന്ന് പറയുമ്പോൾ ഒരു 2D ഒബ്ജക്റ്റ് തന്നെയാണ്. ഇപ്പൊ ഇങ്ങനെ വന്നതെന്ന് പറഞ്ഞാൽ ഇതിന്റെ നമ്മുടെ ഇന്റർപോളേഷൻ അഡാപ്റ്റീവ് എടുത്താൽ നിങ്ങൾക്ക് ആ ഒരു എഗ്ഗിന്റെ ഷേപ്പിൽ കിട്ടും. കണ്ടില്ലേ? ഒരു എഗ്ഗിന്റെ ഷേപ്പ് വരും. അത്രേ ഉള്ളൂ. ഔട്ട്ലൈൻ വേണമെങ്കിൽ കൊടുക്കാം, കൊടുക്കാതിരിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. ദെൻ സെക്ഷൻ ആണ്. സെക്ഷൻ എന്ന് പറയുമ്പോൾ നോർമൽ ഈ ബോക്സ് പോലെ തന്നെ വരും. ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ? ഒരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് ഇൻഫൈനൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ സെറ്റ് ബൗണ്ടറി കൊടുക്കാം, ഓഫ് കൊടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. പിന്നെ വെൻ സെലക്ഷൻ മാനുവലി, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വരുന്ന ക്ലാസ്സിൽ പഠിക്കാം. അത് ഇപ്പം നമുക്ക് വലിയ യൂസ് ഇല്ല, നമ്മൾ അധികം യൂസ് ചെയ്യാത്ത ഐറ്റംസ് ആണ്. ഓക്കെ, സോ പിന്നെ ഫ്രീ ഹാൻഡ് ആണ്. ഫ്രീ ഹാൻഡ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കാൻ പറ്റും. അത്രേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഷേപ്പൊക്കെ വരച്ചെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് വരച്ചെടുക്കാം. അതിനുവേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ടോപ്പിക് എന്ന് പറയുന്നത്. വലിയ യൂസ് ഇല്ലെന്നല്ല, സോറി, വലിയ പാടൊന്നുമില്ല. നമുക്ക് നോർമൽ, അതായത് നമുക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ ജിയോമെട്രി, അതുപോലെ തന്നെ ഷേപ്സ്, ഇത് രണ്ടും മെയിൻ യൂസ് ചെയ്തിട്ടാണ് നമ്മളെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഓരോന്നൊക്കെ വരച്ചിട്ട് ഇവിടെ മോഡിഫിക്കേഷൻ ഉണ്ട്. മോഡിഫിക്കേഷൻ ചെന്നാൽ ഒരു ലിസ്റ്റ് ഉണ്ട്. കണ്ടില്ലേ? പല മോഡിഫിക്കേഷനാണ് കിടക്കുന്നത്. നമുക്ക്
ഇതാണ് മെയിൻലി പഠിക്കാനുള്ളത്. ഓക്കെ, ഇതിനകത്താണ് നമ്മുടെ എല്ലാ കാര്യവും ഇരിക്കുന്നത്. നമുക്കിപ്പം ഇത് എന്ത് മോഡിഫൈ ചെയ്യണമെന്ന് വെച്ചാലും നമുക്ക് മനസ്സിലാവുന്നത് പറഞ്ഞാൽ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ മോഡിഫിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മിക്കവാറും എല്ലാ വർക്കും ചെയ്യുന്നത്.